രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ രാമായണ കഥ പറയുകയാണ്. ഓരോ ദിവസവും വായിക്കേണ്ടുന്ന ആ ഭാഗങ്ങളിലെ കഥ പറഞ്ഞു പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അഗസ്ത്യ സ്തുതി വരെയാണ് പറഞ്ഞു വെച്ചത്. ഭഗവാൻ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ വരുന്നതും അഗസ്ത്യ മഹർഷി ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിക്കുന്നതും വിദ്യാവിദ്യ ഭേദമൊക്കെ പറയുന്നതും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഥ പറഞ്ഞത്. അതിനുശേഷം രാമൻ വീണ്ടും യാത്ര തുടരുകയാണ്. പഞ്ചവടിയിലേക്ക് ഭഗവാൻ യാത്ര തുടരുകയാണ്. അപ്പോൾ അതിൽ ജടായുവിനെ കാണുകയാണ്. അപ്പോൾ ആ ഒരു വഴിയുടെ മധ്യത്തിൽ വച്ചിട്ട് വലിയ ചിറകുകളോടുകൂടിയ, അതുപോലെ തന്നെ നീണ്ട കൊക്കുകളുള്ള, പർവ്വതാകാരനായിട്ടുള്ള, അതുപോലെ തന്നെ വലിയ കണ്ണുകളോടുകൂടിയ ഒരു പക്ഷി അത് വഴിയിൽ ഇരിക്കുന്നത് ഭഗവാൻ കാണുകയാണ്. ഭഗവാന് ഇതിൻ്റെ ആ ഒരു രൂപം കണ്ടപ്പോൾ ഇത്രയും വലിയ പക്ഷി ഉണ്ടോ എന്ന് പോലും ഭഗവാൻ അത്ഭുതപ്പെട്ട് ഇതിനെങ്ങനെ കുറച്ച് സമയം നോക്കി. എന്നിട്ട് ഭഗവാൻ ലക്ഷ്മണനോട് പറയുകയാണ്, അല്ലയോ ലക്ഷ്മണ, ഉഗ്രനായിട്ടുള്ള ഒരു രാക്ഷസനാണ് ഈ കിടക്കുന്നത്. ഇവനെ പോലുള്ള ഉഗ്ര രാക്ഷസന്മാരാണ് ഈ കാട്ടിലെ ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യുന്ന മുനിമാരെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുന്നത്. എന്നിട്ട് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, നീ ആ വില്ല് ഇങ്ങ് തരൂ ലക്ഷ്മണ, ഞാൻ ഇപ്പോൾ തന്നെ ഈ ദുഷ്ടരാക്ഷസന്റെ കഥ കഴിക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ലക്ഷ്മണനോട് രാമൻ ആ വില്ലും അമ്പും എല്ലാം സ്വീകരിച്ചിട്ട് ആ ജടായുവിൻ്റെ നേരെ ചെല്ലുകയാണ്. അപ്പം ഇത് കേട്ട് ജടായു ആകെ ഭയചകിതനായിട്ട് രാമനോട് പറയുകയാണ്, അയ്യോ ഭഗവാനെ, എന്നെ വധിക്കരുതേ, അങ്ങയുടെ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് ഞാൻ. എൻ്റെ പേര് ജടായു എന്നാണ്, ഞാനൊരു പക്ഷിയാണ് എന്ന് പറഞ്ഞു. അങ്ങയ്ക്കും സേവ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്, കാരണം ഞാൻ അങ്ങയുടെ ഭക്തനും കൂടിയാണ്. അപ്പം ഇത് കേട്ടതും ഭഗവാൻ ജടായുവിൻ്റെ ചിറകിലും താടിയിലുമൊക്കെ ഒന്ന് തലോടി. എന്നിട്ട് അവനെ ആശ്വസിപ്പിച്ചു, അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് തന്നെ നീ വസിച്ചോളൂ എന്ന് പറയുകയാണ് ജടായുവിനോട്. ഇനി നിനക്ക് ജീവിതത്തിൽ ഒരു സങ്കടങ്ങളും നിനക്കുണ്ടാവില്ല. എങ്കിലും ഞാൻ നിന്നെ സംശയിച്ചു പോയല്ലോ പക്ഷിയെ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ചോദിക്കുകയാണ്. ശരി, ഇനി നീ എൻ്റെ സേവകനായിട്ട് നീ വസിച്ചോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് രാമൻ ആ പഞ്ചവടിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ ആ പ്രകൃതി ഭംഗി നിറഞ്ഞതും സുന്ദരവുമായിട്ടുള്ള ആ ഒരു പഞ്ചവടി, അങ്ങനെ ആ പഞ്ചവടിയിലെത്തി ഭഗവാൻ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന് താമസിക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു പർണശാലയുണ്ടാക്കി. അതിൽ ലക്ഷ്മണൻ ഭഗവാന് ശയിക്കാൻ
പുഷ്പങ്ങൾ കൊണ്ടൊരു തൽപ്പവും ഉണ്ടാക്കി. കാരണം ഭഗവാൻ അവിടെ അയോധ്യയിൽ പട്ടുമെത്തയിൽ കിടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഭഗവാന് അതുപോലെ തന്നെയുള്ളൊരു തൽപ്പം, ഒരു മെത്ത ഉണ്ടാക്കി കൊടുക്കേണ്ടത് തൻ്റെ കടമയാണ്. മാത്രമല്ല ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളത് തൻ്റെ ജീവിത വ്രതമാണ്. അതാണ് ഭഗവത് സേവനത്തിന് ആരും മാറി നിൽക്കാൻ പാടില്ല. ഞാൻ മുമ്പിൽ എന്നുള്ള രീതിയിലാണ് ഓരോ ഭക്തന്മാരും ഭഗവാനെ സേവിക്കുന്നത്. അതിന് വിശിഷ്ടമായിട്ടുള്ളൊരു മാതൃകയാണ് നമ്മൾ ഭാഗവത സത്രങ്ങളിലൊക്കെ കാണുന്നത്. അവിടെ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ലാതെ എല്ലാവരും കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ എച്ചിൽ പാത്രം അതുപോലും ഭക്തന്മാരുടെ കയ്യിൽ നിന്നും മേടിച്ച് കഴുകി വയ്ക്കാൻ ഉള്ള ആ ഒരു ധൃതി, ആ ഒരു സന്തോഷം, ആ ഒരു തിമിർപ്പ്, ആ ഒരു ഉത്സാഹം, അതായത് ആ ഭക്തൻ്റെ ഭൃത്യനാകാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അദ്ദേഹം അഗസ്ത്യൻ സ്വാമി ആ മഹർഷി പറഞ്ഞതുപോലെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് സുധീഷ്ണ മഹർഷി പറഞ്ഞതുപോലെ, ആ ഭഗവത് കഥകൾ കേൾക്കാൻ വരുന്ന ആ ഭക്തന്മാരുടെ കഴിച്ച ആ ഒരു എച്ചിൽ പാത്രവും ഞങ്ങൾ കഴുകാൻ തയ്യാറാണ് എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് സത്രങ്ങളിലൊക്കെ നമുക്ക് കാണാം ഓരോരുത്തരും ഭഗവത് സേവനം ചെയ്യുന്നത്. അതുപോലെ ആവണം നമ്മൾ ഓരോരുത്തരും. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമുക്ക് ഭഗവാനെ ഏതൊക്കെ രീതിയിൽ സേവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സേവിക്കാം. ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് പുല്ല് പറിച്ച് കളയുന്നതായിരിക്കും ഒരുപക്ഷെ നമ്മളവിടെ കിടന്ന് ദണ്ഡ നമസ്കാരം ചെയ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലും ഭഗവാന് കൂടുതലായിട്ട് ഇഷ്ടം തോന്നുന്നത്. അല്ലെങ്കിൽ അവിടെ വൃത്തികേടായിട്ട് കിടക്കുന്നു, ചൂലുണ്ടെങ്കിൽ ചൂലൊക്കെ കാണും എല്ലാ ക്ഷേത്രങ്ങളിലും, പുറത്തൊക്കെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതെടുത്ത് ആ ഭാഗമൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കുക, കുറച്ച് കൈവെള്ളം എടുത്ത് അവിടെയൊക്കെ തളിച്ച് വൃത്തിയാക്കുക. കാരണം ഈ ഭഗവത് സേവനത്തിന് മാത്രം നമുക്ക് മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ അക്കൗണ്ടിൽ പുണ്യവും പാപവുമാകുന്ന സഞ്ചിയുമായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സഞ്ചിയിൽ പാപത്തിൻ്റെ അളവ് കുറച്ചിട്ട് പുണ്യത്തിൻ്റെ അളവ് കൂട്ടണം. അപ്പം അതിൽ ഭഗവാനെ സേവിക്കാനായിട്ട് ഓരോരുത്തരും മുമ്പിലേക്ക് വരണം. അല്ലാതെ അത് കമ്മിറ്റിക്കാർ ചെയ്തോട്ടെ, അത് കമ്മിറ്റിക്കാരുടെ പണിയാണ്, അവർ ചെയ്യുന്നില്ലേ ചെയ്യണ്ട. പക്ഷേ നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. നമുക്ക് ഭഗവാനെ സേവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ ലക്ഷ്മണസ്വാമി ഇവിടെ രാമായണത്തിൽ രാമനെ സേവിക്കുന്നത് പോലെ ലക്ഷ്മണസ്വാമിക്ക് ഉറക്കമേ ഇല്ല. രാത്രിയിൽ ലക്ഷ്മണസ്വാമി കാവൽ നിൽക്കും. തൻ്റെ ജ്യേഷ്ഠൻ, തൻ്റെ അച്ഛൻ്റെ സ്ഥാനമുള്ള ജ്യേഷ്ഠനും തൻ്റെ ജ്യേഷ്ഠത്തിയമ്മ, തൻ്റെ അമ്മയുടെ സ്ഥാനമുള്ള ജ്യേഷ്ഠത്തിയമ്മയും അച്ഛനും അമ്മയും കിടന്നു ഉറങ്ങുമ്പോൾ കാവലാണ് ലക്ഷ്മണൻ. കാരണം ഇത് വലിയ കൊടും കാടാണ്, ദുഷ്ടസഞ്ചയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, വ്യാഘ്രമുണ്ട്, സിംഹമുണ്ട്, കാട്ടുപോത്ത് വരും, കാട്ടുപന്നി ഉണ്ടാവും. അപ്പോൾ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയമ്മയും ഒന്നും ആക്രമിക്കാൻ പാടില്ല. മാത്രമല്ല നരഭോജികളായുള്ള രാക്ഷസന്മാരുള്ള കാടാണിത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ലക്ഷ്മണസ്വാമി ഉറങ്ങാതെ കാവൽ നിൽക്കും. രാവിലെ ആയിക്കഴിഞ്ഞാൽ കുളിച്ച് സന്ധ്യാവന്ദനങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും പോവും കായ്കനികളൊക്കെ പറിച്ചുകൊണ്ട് വരാൻ, പച്ചക്കറികളൊക്കെ പറിച്ചുകൊണ്ട് വരാനായിട്ട്. തൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ വിറക് ശേഖരിക്കാൻ പോകും. അപ്പം ഇതൊക്കെ ലക്ഷ്മണൻ ചെയ്യുകയാണ് സന്തോഷത്തോടു കൂടി. എന്താണ്? തൻ്റെ ജ്യേഷ്ഠനെ സേവിക്കുകയാണ്. തൻ്റെ ജ്യേഷ്ഠനെല്ലാം ഊട്ടി നടന്ന് ചെയ്യുകയാണ് ലക്ഷ്മണൻ. ത്യാഗധരനാണ് ലക്ഷ്മണൻ.
ഇവിടെ സീതാദേവിക്കും ശ്രീരാമനും പരമസുഖമാണ്. അവരൊന്നും അറിയുന്നില്ല. ലക്ഷ്മണൻ രാത്രിയിൽ ഉറങ്ങാതെ കാവൽ നിൽക്കും. രാവിലെ ബാക്കി ആശ്രമത്തിലെ ജോലി എല്ലാം ചെയ്യുന്നത് ലക്ഷ്മണനാണ്. അദ്ദേഹത്തിന് ഉറക്കമേൽ. അദ്ദേഹം മത്സരിച്ചാണ് ഭഗവാനെ സേവിക്കുന്നത്. ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ലക്ഷ്മണസ്വാമി ഭഗവാനെ സേവനം അനുഷ്ഠിക്കുന്നത്. വിവാഹം കഴിച്ച അധിക സമയം ആകുന്നതിന് മുമ്പ് ഭാര്യാസുഖം പോലും അറിഞ്ഞിട്ടില്ല ലക്ഷ്മണൻ. അതിനു മുമ്പാണ് രാമനെ സേവിക്കാനായിട്ട് അദ്ദേഹം കാട്ടിലേക്ക് വരുന്നത്. എന്തിനും ഏതിനും ലക്ഷ്മണൻ മാത്രമേ ഉള്ളൂ. പുഴയിൽ നിന്ന് അപ്പുറത്ത് കിടക്കണോ, ചങ്ങാടം ഉണ്ടാക്കണോ, ഉടനെ കാട്ടിൽ നിന്ന് തടിയെല്ലാം വെട്ടിക്കൊണ്ടുവരും, ചങ്ങാടം ഉണ്ടാക്കും. അതിൽ രാമനും സീതയ്ക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക സീറ്റൊക്കെ ഉണ്ടാക്കും, പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പ്രത്യേക ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ആ ലക്ഷ്മണസ്വാമി ഭഗവാന് ശയിക്കാനായിട്ട് ഒരു പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മെത്തയുണ്ടാക്കി. അതുപോലെ തന്നെ വളരെ സുന്ദരവും പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണ് ഈ പഞ്ചവടി എന്ന് പറയുന്നത്. എപ്പോഴും കുയിലുകളുടെയും മയിലുകളുടെയും ആ കളകൂജനങ്ങളൊക്കെ മനസ്സിനെ ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് നല്ല മന്ദമാരുതൻ വീശുന്നു. മാനും മുയലും പോലെയുള്ള, അതുപോലെ തന്നെ മയില്, അണ്ണാൻ തുടങ്ങിയ ശാന്ത സ്വഭാവമുള്ള ജന്തുക്കളായിരുന്നു കൂടുതലും ആ പ്രദേശത്ത് കണ്ടിരുന്നത്. എങ്കിലും ഇടയ്ക്ക് ദുഷ്ടമൃഗങ്ങളുടെ സഞ്ചയവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മണൻ എപ്പോഴും വില്ലും അമ്പും ധരിച്ച് അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ധാരാളം ചെടികൾ, പുഷ്പങ്ങൾ, ഫലവൃക്ഷങ്ങൾ ഒക്കെ കൊണ്ട് മനസ്സിൽ വളരെയധികം ആനന്ദം ജനിപ്പിക്കുന്ന ഒരു കാട്. ആ കാടിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ സീതാദേവി ഒരിക്കൽ രാമനോട് പറയുന്നുണ്ട്, ഭഗവാനെ, നമുക്ക് ഈ കാട്ടിൽ കഴിഞ്ഞാൽ മതി, ഇനി അയോധ്യയിലേക്ക് തിരിച്ചു പോകണ്ട എന്ന്. അത്രയ്ക്ക് സുന്ദരവും ആനന്ദവും നിറഞ്ഞതാണ് ഈ കാട്. എന്തിനാണ് ഭഗവാനെ, രാമ, നമ്മളിനി തിരികെ അയോധ്യയിലേക്ക് പോകുന്നത്? എത്ര സന്തോഷമാണ് നമുക്കിവിടെ. ഈ മന്ദാകിനി നദി, കാട്ടുപൂഞ്ചോലകള്, മന്ദമാരുതൻ, എങ്ങും സുഗന്ധം പരത്തുന്ന സുഗന്ധ പുഷ്പങ്ങള്, കാട്ടുപഴങ്ങള്, എല്ലാം സുഖവും സുന്ദരവുമായിട്ടുള്ള ഒരു അന്തരീക്ഷം. മാത്രമല്ല, രാമനും സീതയും ഒരു സ്ഥലത്തിരുന്നാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ലക്ഷ്മണൻ അവരുടെ മുമ്പിലെത്തിക്കും. രാവിലെ ഗംഗാനദിയിൽ പോയി ജലവും കൊണ്ടുവരും. അപ്പം അങ്ങനെ എന്തുകൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാണ്. അയോധ്യയേക്കാൾ സുഖമായിട്ടാണ് രാമനും സീതയും കാട്ടിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് ശ്രീരാമചന്ദ്രമൂർത്തി ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മണസ്വാമി രാമൻ്റെ അടുത്തെത്തി. എന്നിട്ട് കൈകൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് വിനയാന്വിതനായിട്ട് പറയുകയാണ്, ഭഗവാനെ, എനിക്ക് മുക്തിക്കുള്ള മാർഗം എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരണം. ഭഗവാനെ, അവിടുത്തെ ഭക്തനായിട്ടുള്ള എൻ്റെ അജ്ഞാനം പോകുന്ന വണ്ണം അങ്ങ് എനിക്ക് ജ്ഞാനവും വൈരാഗ്യവും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നങ്ങ് പറഞ്ഞു തരണം. എനിക്ക് ഈ ഭൂമിയിൽ ഇത് ഉപദേശിച്ച് തരാനായിട്ട് അങ്ങല്ലാതെ മറ്റാരുമില്ല. ഇത് കേട്ട് രാമൻ
ലക്ഷ്മണനോട് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, ഇത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഉപദേശമാണ്. ഇത് കേട്ടാൽ നിന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതെയാവും എന്ന് പറയുകയാണ്. അതിനുശേഷം ഗംഭീരമായിട്ടുള്ള ലക്ഷ്മണ ഉപദേശമാണ് ഭഗവാൻ പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെയും ആഞ്ജനേയസ്വാമിയുടെയും സീതാദേവിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ഭരതസ്വാമിയുടെയും ശത്രുഘ്നസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ.